ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് അബൌട്ട് മൈ ഇയറിംഗ് കളക്ഷൻസ് വീഡിയോ. സോ കുറേ ഇയറിങ്സ് ഒന്നും ഇല്ല, പക്ഷെ ഉള്ള ഇയറിങ്സ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചത്. അപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ എല്ലാം അടുക്കിപ്പറക്കി വെച്ചിരിക്കുന്നത്. ശരിക്കും ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ഫസ്റ്റ് ഒരു കാര്യം ചെയ്യാം, ഞാൻ ഫസ്റ്റ് സിൽവർ ജുവലേഴ്സിന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ദെൻ വി ഗോ റാൻഡംലി. ഓക്കെ, സോ ഫസ്റ്റ് ഐ വിൽ ഗോ വിത്ത് ദിസ് വൺ. ദിസ് വൺ ഇതെൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഇയറിംഗ് ആണ്. ഇത് കുറേ നാളെ ഞാൻ യൂസ് ചെയ്യുന്നത്. മേ ബി ഞാൻ +2 ഒക്കെ പഠിക്കുന്ന സമയത്ത് വാങ്ങിച്ച ഇയറിംഗ് ആണ്. ഇതെല്ലാത്തിൻ്റെ കൂടെയും പോവും. ലൈക്ക് കുർത്തിയുടെ കൂടെ ആണെങ്കിലും സാരിയുടെ കൂടെയൊക്കെ നമുക്കിത് പെയർ ചെയ്യാം. വൺ ഓഫ് മൈ ഫേവറേറ്റ് വൺ. ദെൻ ആൻഡ് ദ സെക്കൻഡ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജിമിക്കിയാണ്. ഞാൻ ജിമിക്കികളിൽ ഫസ്റ്റ് വാങ്ങിച്ചത് ഇതാട്ടോ. ഇതിപ്പോഴും എൻ്റെ കയ്യിലുണ്ട്, കുറേ നാളായി ഇത് വാങ്ങിച്ചിട്ട്. ആൻഡ് ഇതിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് കളറ് മുത്ത് വെച്ചിട്ടാണ് ഇതിന് ചുറ്റും വന്നേക്കുന്നത്. ഡ്രസ്സിൻ്റെ കൂടെ നമുക്ക് ഏത് കളറാണെങ്കിലും നമുക്ക് അതിൻ്റെ കൂടെയൊക്കെ നമുക്ക് ഇടാൻ പറ്റുന്ന ഒരു നല്ലൊരു ഇയറിംഗ് ആണ്. നെക്സ്റ്റ് വൺ ഓഫ് മൈ വേഴ്സ്റ്റ് ഫേവറേറ്റ് ഇയറിംഗ്. നമുക്ക് എല്ലാവർക്കും ഒരു വേഴ്സ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ജ്വല്ലേഴ്സ് എന്താണെങ്കിലും നമുക്കൊരു വേഴ്സ്റ്റ് ഫേവറേറ്റ് ഉണ്ടാവും. ഈവൻ നമ്മുടെ വീട്ടിലൊരു സ്പൂൺ ആണെങ്കിൽ പോലും. അതേപോലെ ഞാൻ എൻ്റെ വേഴ്സ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള വൺ ഓഫ് ദി ഇയറിംഗ് ആണിത്. അപ്പോൾ ഈ ഒരു ഇയറിങ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം ഒരു ഫ്ലവർ വന്നിട്ട്, പിന്നെ 3 ജിമിക്കിയാണ് ഇതിനകത്ത് ഇങ്ങനെ ഒരു ഹാങ്ങിങ് വന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന 2-3 പേർക്കെങ്കിലും അറിയാൻ പറ്റുന്ന അല്ലെങ്കിൽ ഫെമിലിയർ ആയിട്ടുള്ളൊരു ഇയറിംഗ് ആണിത്. ഞാൻ വീഡിയോസ് ഇട്ട് തുടങ്ങുന്ന സമയത്ത് ഈ ഒരു ഇയറിങ്സ് വെച്ചിട്ടൊരു ലുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈക്ക് സിമ്പിൾ മേക്കപ്പ് ലുക്കോ എന്ന് തോന്നുന്നു, അത് ചെയ്തിട്ടുണ്ടായി. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാനൊരു അത് ടാഗ് ചെയ്യാം കേട്ടോ. ആ ഒരു വീഡിയോ അവിടെ ഞാൻ ടാഗ് ചെയ്തേക്കാം. ഇത് എനിക്ക് ഭയങ്കര വൺ ഓഫ് മൈ ഫേവറേറ്റ് ഇയറിംഗ് ആണ്. കുർത്തിയുടെ കൂടെ ഇടാം. സാരിയുടെ കൂടെ ഞാൻ പെയർ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ കുർത്തിയുടെ കൂടെയൊക്കെ നമുക്ക് പെയർ ചെയ്യാൻ ഏറ്റവും നല്ല ഇയറിംഗ് ആണ്. പട്ടുപാവാടയുടെ കൂടെയൊക്കെ നമുക്കിത് നന്നായിട്ട് തന്നെ പെയർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ദി ഇയറിംഗ്. ഓ മൈ ഗോഡ്. നെക്സ്റ്റ് ഈ ഒരു ഇയറിംഗ് ആണ്. ഇതൊരു നമ്മുടെ സ്ക്വയർ ഡയമണ്ട് ടൈപ്പ് ഉള്ളൊരു ഇയറിംഗ്. ഇതും ഞാൻ അത്രയ്ക്ക് ഇതിൻ്റെ ഒരു ഫാനല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഭയങ്കര ഹെവിയാണ്. ഭയങ്കര ഹെവി നമുക്ക് പറഞ്ഞപ്പോൾ കാതിങ്ങനെ തൂങ്ങുന്ന രീതിയിൽ നമുക്ക് കുറച്ച് നേരമൊക്കെ ഇത് ഇടാൻ പറ്റുള്ളൂ. കുർത്തിയുടെ കൂടെ സാരിയുടെ കൂടെ ഒക്കെ നമുക്കിത് പെയർ ചെയ്യാം. ഐ തിങ്ക് ഈവൻ വെസ്റ്റേൺ വേർഡ് കൂടെയും കൂടെ പെയർ ചെയ്യാനായിട്ട് നല്ലതായിരിക്കും തോന്നുന്നുണ്ട്. ഞാൻ ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ. ആൻഡ് ദിസ് ഓൾസോ വൺ ഓഫ് മൈ ഫേവറേറ്റ് ഇയറിംഗ് ആണ്. ഇപ്പം എൻ്റെ കറണ്ട് ഫേവറേറ്റ് ഇതാണ്. കാരണം ഇപ്പം മിക്ക വീഡിയോസിലും ഞാൻ ഈ ഒരു ഇയറിങ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുവാണെങ്കിൽ വൺ ഓഫ് മൈ കംഫർട്ട് ഇയറിംഗ്. സോ നമ്മുടെ സിൽവർ ജുവലേഴ്സ് അത്രയേ ഉള്ളൂ കേട്ടോ. എൻ്റെ കയ്യിൽ കുറേ ഒന്നും ഇല്ല, ഞാൻ പറഞ്ഞില്ലേ. സിൽവർ ജുവലേഴ്സ് അത്രയേ ഉള്ളൂ. നമുക്ക് ഗോ വിത്ത് ഗോൾഡൻ വൺസ്. ഇത് എനിക്ക് ഓർമ്മയില്ല ഞാൻ വാങ്ങിച്ചതാണോ അല്ലെങ്കിൽ ആരെങ്കിലും തന്നതാണെന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് ഓർക്കുന്നില്ല. ഈ ഒരു ഇയറിംഗ് ഇത് നമുക്ക് ജിമിക്കി വന്നിട്ടുണ്ട്. ലൈക്ക് ഇത് കാണാൻ തന്നെ അത് അധികം വെയിറ്റ് ഇല്ല. കാണുമ്പോൾ കുറച്ച് ഹെവി ആയിട്ട് തോന്നുമെങ്കിലും ഒട്ടും വെയിറ്റ് ഇല്ലാത്ത ഒരു ഇയറിംഗ് ആണിത്. നെക്സ്റ്റ് ഐ വിൽ ഗോ വിത്ത് ദിസ് ജിമിക്കി. അപ്പോൾ എൻ്റെ കുറേ ജിമിക്കൊന്നും ഇല്ല കേട്ടോ. ആദ്യം 3-4 ജിമിക്കേ ഉള്ളൂ എൻ്റെ കയ്യിൽ. ഇതെനിക്ക് കിട്ടിയ ഇയറിംഗ് ആണ്. ആരും എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് ഇത് നോക്കിക്കഴിഞ്ഞാൽ വൈറ്റ് അല്ല, ഒരു ക്രീം കളർ കുന്തൻസ് ഇങ്ങനെ വന്നിട്ടുണ്ട്. ആൻഡ് ഇത് നമുക്ക് സാരിയുടെ കൂടെ ഞാൻ പെയർ ചെയ്തിട്ടുണ്ട്. സാരിയുടെ കൂടെയും പിന്നെ കുർത്തിയുടെ കൂടെയൊക്കെ നമുക്കിത് പെയർ ചെയ്താൽ നന്നായിരിക്കും. നമുക്കിനി മൈ ഗോഡ് വൺ ഓഫ് മൈ ലീസ്റ്റ് ഫേവറേറ്റ് ഇയറിംഗ്. ഹെവി ആണോ എന്ന് ചോദിച്ചാൽ അത്ര ഹെവി അല്ല, പക്ഷേ ഹെവിയാണ്. ഇത് നോക്കിക്കഴിഞ്ഞാൽ ഗോൾഡൻ ഓർ ക്രീം ഗോൾഡൻ, ആ ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ഉള്ള ബീഡ്സ് ആണ് ഇവിടെ ഇങ്ങനെ വന്നേക്കുന്നത്. പിന്നെ ഇത് ഫുള്ള് ഗോൾഡാണ് കേട്ടോ. ഇത് എന്തിനാണ് ഞാൻ ഇയറിംഗ് വാങ്ങിച്ചത് എനിക്കറിയില്ല. കോളേജിൽ ഏതൊരു പരിപാടിക്ക് വേണ്ടി
ഓണം സെലിബ്രേഷൻ ആണെന്നുകൊണ്ട് പെട്ടെന്ന് രാത്രി പോയി വാങ്ങിച്ചൊരു ഇയറിംഗ് ആണിത്. ആ സമയത്ത് ഞാനിത് ഏതെങ്കിലും ഒരു ഇയറിംഗ് എന്ന് പറഞ്ഞ് വാങ്ങിച്ചതാട്ടോ. കേരള സാരി ഉടുക്കാനായിട്ടുള്ള ഇയറിംഗ് എന്ന് പറഞ്ഞ് വാങ്ങിച്ചത്. പക്ഷെ എനിക്കിത് ഒട്ടും ഇഷ്ടമല്ല. ആ ലൈറ്റിങ്സിൽ ഓക്കെ ആയിരുന്നു, പക്ഷെ വീട്ടിൽ വന്നപ്പോഴത്തേക്കും ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ഇറ്റ്സ് നോട്ട് മൈ. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഇതെൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആണ്. അധികം വെയിറ്റ് ഇല്ല, എന്നാൽ കാണാൻ തന്നെ നല്ലൊരു ലക്ഷറി ലുക്കൊക്കെ ഉള്ളൊരു ഇയറിംഗ്. ഇത് നമുക്ക് ഈ ഫ്രോക്കൊക്കെ ഇടുമ്പോഴത്തേക്കില്ലേ, ലൈൻ ഡ്രസ്, ലൈൻ ഫ്രോക്ക്, അതുപോലെ തന്നെ സ്കേർട്ട് ആൻഡ് ടോപ്പിൻ്റെ കൂടെയൊക്കെ നമുക്കിത് പെയർ ചെയ്യാൻ നന്നായിരിക്കും. കുർത്തി, സാരി, ഈവൻ സാരിയുടെ കൂടെയൊക്കെ നമുക്കിത് പെയർ ചെയ്യാം. ലൈൻസ് എന്നാൽ സിമ്പിളാണ്. നമുക്ക് ഈ നൈറ്റ് പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും നൈറ്റ് പാർട്ടിയോ റിസപ്ഷനോ അങ്ങനത്തെ സംഭവമൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇടാൻ പറ്റും. കാരണം കുറച്ച് കണ്ട അത്യാവശ്യം നല്ല ഫാൻസിയാണ്, പക്ഷേ വെയിറ്റ് ഇല്ല, അധികം ലൈക്ക് സിമ്പിൾ മിനിമലിസ്റ്റിക് ലുക്കാണ് കേട്ടോ. സോ നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോ ഇത് കുറച്ച് ചോദിക്കുന്ന ടൈപ്പ് ഇയറിംഗ് എന്നുവെച്ചാൽ നല്ല അത്യാവശ്യം നല്ല വർക്കുള്ള ഒരു ഇയറിംഗ്. ഇത് നമ്മുടെ ബാഹുബലിയിൽ ഈ കഴിഞ്ഞ വിഷുവിൻ്റെ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായത്. അപ്പോൾ അതിനകത്ത് ഞാൻ സംസാരിക്കുന്നുണ്ട് ഇയറിങ്ങിനെ കുറിച്ച്. അതിനകത്ത് ഞാൻ ഈ ഇയറിങ്ങിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ ബാഹുബലി മൂവി കണ്ടിട്ട് ദേവസേനയുടെ ഇയറിംഗ് ഉണ്ടല്ലോ, അത് കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ട് ഞാൻ ഓൺലൈനിൽ ബുക്ക് ചെയ്ത് വാങ്ങിച്ച ഇയറിംഗ് ആണ്. ഞാനെന്തോ 2-3 പ്രാവശ്യം ഇട്ടിട്ടുള്ളൂ, പിന്നെ വീഡിയോസിൽ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ ഒരു ഇയറിംഗ് ശരിക്കും ഈ ഒരു കമ്മൽ ഇട്ട് കഴിഞ്ഞാൽ യു ഫീൽ വെരി ലക്ഷറി, അതുപോലെ തോന്നും. ഇതിൻ്റെ കൂടെ നമുക്ക് വേറൊരു ഹാങ്ങിങ് സംഭവമുണ്ട്. ഇത് കുറച്ച് കെട്ടൊക്കെ കൂടി കിടക്കുവാണ്. ഞാൻ കെട്ടഴിച്ച് വെക്കുക, അത് കെട്ടുകൂടും, കെട്ടഴിച്ച് വെക്കും, കെട്ടുകൂടും. സോ ഒരെണ്ണം കൂടെ ഉണ്ട്, ഒരു ഗോൾഡൻ ടച്ച് ഉള്ളത്, സിമ്പിൾ ആൻഡ് ഹമ്പിൾ. ഈ ഒരു കമ്മൽ എൻ്റെ കൂടെ കൂടിയിട്ട് കുറേ വർഷമായി. ഞാൻ കുറേ പരിപാടിക്ക് ഞാൻ ഇത് ഇട്ടിട്ടുണ്ടായി. കുർത്തിയുടെ കൂടെ, ഫ്രോക്കിൻ്റെ കൂടെ, സാരിയുടെ കൂടെയൊക്കെ നമുക്കിത് സ്റ്റൈൽ ചെയ്യാൻ പറ്റും. ഇറ്റ്സ് സോ സിമ്പിൾ. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ഞാൻ ഒരു പ്രാവശ്യം പോലും ഇടാത്തൊരു കമ്മൽ വാങ്ങിച്ചത്. ഈ ഒരു കമ്മൽ ഞാൻ എന്തിനാണ് ഈ കമ്മൽ വാങ്ങിച്ചതെന്ന് പോലും എനിക്കറിയില്ല. എന്തോ രാത്രി പോയി എങ്ങാണ്ട് വാങ്ങിച്ചത്. എനിക്ക് ഏറ്റവും എന്താണ് വേസ്റ്റ് കമ്മലൊക്കെ ഞാൻ സ്റ്റൈൽ ഇട്ടിട്ടേ ഇല്ല. മൈ ലീസ്റ്റ് ഫസ്റ്റ് ഫേവറേറ്റ്. ഇനി നമുക്ക് കുറച്ച് കളറായിട്ടുള്ള ജ്വല്ലേഴ്സ് കാണിച്ചിടാം. ഇതും ഒരു ജിമിക്കിയാണ്, ലൈക്ക് ഒരു ലൈറ്റ് പിങ്ക്, ബേബി പിങ്ക് കളറ് ജിമിക്കി. ഇത് ഞാൻ ഏതോ ഒരു എനിക്ക് ഒരു സ്കേർട്ട് ആൻഡ് ടോപ്പിൻ്റെ കൂടെ ഒരു പ്രാവശ്യം 2-3 പ്രാവശ്യം ഇട്ടിട്ടുണ്ട് ഈ ഒരു ഇയറിംഗ്. വിൽ ഗോ വിത്ത് ദിസ് റെഡ് വൺ. ഈ റെഡ് ജ്വല്ലറി നേരത്തെ ഞാൻ എല്ലാ ഡ്രസ്സിൻ്റെ കൂടെയും പെയർ ചെയ്യുന്ന ഒരു ജ്വല്ലറിയാണ്. ഈ ഒരു ജ്വല്ലറി എല്ലാത്തിൻ്റെ കൂടെയും പെയർ ചെയ്യും. അങ്ങനെ പ്രത്യേകിച്ച് റെഡ് കളർ ഡ്രസ്സ് വേണം അങ്ങനെയൊന്നുമില്ല കേട്ടോ. ലൈക്ക് യെല്ലോ ഡ്രസ്സ് ഇട്ടാലും ഗ്രീൻ ഡ്രസ്സ് ഇട്ടാലും ഏത് ഡ്രസ്സ് ഇട്ടാലും ഈ ഒരു ജ്വല്ലറി ഞാൻ ഇടുമായിരുന്നു. കാരണം അത്ര ഫേവറേറ്റ് ആണ് ഇതെൻ്റെ. സോ ആ സമയത്ത് ഇപ്പം അല്ല കേട്ടോ, ഇപ്പം അല്ല എന്നല്ല, ഇപ്പം എനിക്ക് ഞാൻ നേരത്തെ കാണിച്ചതല്ലേ ആ ഒരു ജ്വല്ലറി ഇപ്പം എൻ്റെ ഫേവറേറ്റ്. ഗ്രീൻ കളർ ഡ്രസ്സിൻ്റെ കൂടെ ഈ റെഡ് കളർ പെയർ ചെയ്താൽ നന്നായിരിക്കും എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. നെക്സ്റ്റ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ ജ്വല്ലറി. ഇത് കുറേ വർഷമായി. ഞാൻ 10th പഠിക്കുമ്പോൾ എങ്ങാണ്ട് വാങ്ങിച്ചതായിട്ട് ഇപ്പോഴും ഇത്രയും വർഷമായിട്ട് എൻ്റെ കയ്യിലുണ്ട്. ഇതിൻ്റെ കളറൊന്നും അങ്ങനെ പോയിട്ടില്ല, കല്ലൊന്നും പോയിട്ടില്ല, കളറ് പോയിട്ടില്ല, കല്ല് പോയിട്ടില്ല. എന്നാലും ഇപ്പോഴും ഞാൻ ഇടാറില്ല കേട്ടോ. ഇത് ആ സമയത്ത് എല്ലാ ഡ്രസ്സിലും ഈ കമ്മൽ വാങ്ങിച്ച സമയത്ത് 2-3 വർഷം മുമ്പ് വരെ ഞാനിത് എപ്പോഴും ഏത് ഡ്രസ്സ് ഇട്ടാലും ഞാൻ ഇടുമായിരുന്നു. എൻ്റെ ഫേവറേറ്റ് ആയിരുന്നു. പക്ഷെ ഇപ്പം ഇടാറില്ല. ഇപ്പം എനിക്ക് തോന്നുന്നു എനിക്ക് ഹെവി ജ്വല്ലറിയോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ വാങ്ങിച്ചതാണ് ഈ കമ്മലൊക്കെ. പക്ഷേ ഈ കമ്മലൊക്കെ വാങ്ങിച്ചതാണ്. പക്ഷേ ഇപ്പം എനിക്ക് സിമ്പിൾ ജ്വല്ലറിയാണ് എനിക്കിഷ്ടം. ഞാൻ നേരത്തെ കാണിച്ചതില്ലേ ഇതേപോലത്തെ. ഇപ്പം എനിക്കുള്ള സ്റ്റഡിനോടൊക്കെയാണ് താല്പര്യം. അതുകൊണ്ടാണ് തോന്നുന്നു എൻ്റെ കളക്ഷൻസ് കുറഞ്ഞത്. ആ സമയത്ത് കുറേ ഉണ്ടായിരുന്നത്. ഇതൊന്നും അല്ല, ഇതിനേക്കാൾ ഹെവി ആയിട്ടുള്ള ഇയറിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഒരു വയലറ്റ് കളർ, പ്യുവർ വയലറ്റ് കളർ. ഇത് വയലറ്റ് കളർ ഇയറിങ്. ഇതും എനിക്ക് കിട്ടിയ ഇയറിങ്ങാണ്. ആരും എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാ, ആൻറ്റി അങ്ങോട്ട് ഗിഫ്റ്റ് ചെയ്ത ഇയറിങ്ങാണ്. ദിസ്
നെക്സ്റ്റ് ദിസ് വൺ. ഇത് അധികം വെയിറ്റ് ഇല്ല, ഭയങ്കര സിമ്പിളാണ്. ബ്ലൂ കളർ സ്റ്റോൺ വന്നിട്ട് വൈറ്റ് ആ ഒരു കല്ലാണ് വന്നേക്കുന്നത്. അതിൻ്റെ തന്നെ ഒരു വയലറ്റ് ആണോ മച്ചന്ത പോലത്തെ ലൈറ്റ് പിങ്കോ മച്ചന്ത പോലത്തെ ഒരു കളർ വന്നിട്ടുള്ള ഇതാകുമ്പോഴത്തേക്ക് ഇവിടെ വന്നിട്ട് ഇതിൻ്റെ അടിയിലും ആ സെയിം സ്റ്റോൺ തന്നെ വന്നിട്ടുണ്ട്. ഇത് അത്രയ്ക്ക് ഹെവി ഒന്നുമല്ല, കാണിച്ചു തരാം. കാരണം ഞാൻ കുറേ നാളായി ഇയറിങ് ഇട്ടിട്ട്, അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഇടാൻ തുടങ്ങിയിട്ട് ഇയറിങ്. വൺ ഓഫ് എൻ്റെ ഒരു ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഇയറിങ്. ഇത് നല്ല രസമാട്ടോ കാണാനായിട്ട്. ഇത് ഇത്ര നാളായിട്ട് ഇതിൻ്റെ കളറൊന്നും പോയിട്ടില്ല. നെക്സ്റ്റ് കുറച്ച് സ്റ്റഡ് കളക്ഷനാണ്. ഞാനത് റാൻഡംലി എല്ലായിടത്തും കാണിച്ചു തരാം. അതിൻ്റെ സ്റ്റഡ് കളക്ഷൻസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് എന്താ കുറച്ച് സ്റ്റഡ് കളക്ഷൻസ് ഇത് ഞാൻ കാണിച്ചു തരാം. ഇത് ഇപ്പം ഞാൻ കറൻ്റ്ലി എനിക്ക് എൻ്റെ ഫേവറേറ്റ്സ് ഇതൊക്കെയാണ്. ഈ സ്റ്റഡ് ഇതൊക്കെയാണ് ഇപ്പം എൻ്റെ കാണാൻ. ഇപ്പോൾ ഹെവി ഇയറിങ്സിൻ്റെ ആ ഒരു ഇഷ്ടമൊക്കെ പോയി. ഇപ്പം എനിക്ക് സിമ്പിൾ ആയിട്ടുള്ള സ്റ്റഡുകളോടാണ് താല്പര്യം. അപ്പം അതുകൊണ്ട് കുറേ സ്റ്റഡൊന്നും കാണാനുമില്ല, എവിടെയൊക്കെയോ കൊണ്ടുവച്ചിട്ട് ഇത് റിങ് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇയർ പിയേഴ്സ് ചെയ്യാണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഇത് ഈ ഒരു ഇതുപോലെ ചുണ്ടിലിടാം. ഇതുപോലെ ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട് ഒന്ന് ചെവിയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതുപോലെ ചുണ്ടിലിടാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നോസ് പിയേഴ്സ് ചെയ്ത് എങ്ങനെ ഉണ്ടെന്ന് നോക്കണമെങ്കിൽ ഇത് നമുക്ക് നോസ് ഏരിയാസിൽ ഇതുപോലെ വെച്ച് കൊടുത്താൽ ലൈക്ക് നോസ് പിയേഴ്സിങ് നമുക്ക് നോക്കാം. നമുക്ക് ഫേക്ക് ചെയ്യാനായിട്ട് ഞാൻ ഇതുപോലത്തെ കുറച്ച് റിങ്സ് വാങ്ങിച്ചിട്ടുണ്ട്. അതാകുമ്പോഴത്തേക്കും നമുക്ക് പിയേഴ്സ് ചെയ്തില്ലെങ്കിലും നോസ് പിയേഴ്സ് ചെയ്തില്ലെങ്കിലും നമുക്ക് ആ ഒരു പിയേഴ്സ് ചെയ്തൊരു എഫക്റ്റ് വരും. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇയറിങ് കളക്ഷൻ. സോ ഞാൻ പറഞ്ഞില്ലേ, കുറേയൊക്കെ മിസ് ഔട്ടായി, കുറേയൊക്കെ എനിക്ക് കിട്ടിയതെല്ലാം കൂടെ പറക്കി വെച്ചിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ബൈ.